നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എറണാകുളം ബ്രോഡ്വേയിലെ തുണി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും 6,75,00,000 രൂപ പിടികൂടി. സ്റ്റേറ്റ് GST ആൻഡ് ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് പണം പിടികൂടിയത്. മൊത്ത തുണി വ്യാപാര സ്ഥാപനമായ രാജധാനിയിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. വസ്ത്രവ്യാപാര മേഖലയിലെ മൊത്ത വിൽപ്പന കടകൾ വഴി വൻതോതിൽ നികുതി അടയ്ക്കാതെ പണം സൂക്ഷിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റ് GST ആൻഡ് ഇന്റലിജൻസ് വിഭാഗം നിരീക്ഷണത്തിന് ശേഷം പരിശോധനകൾ ആരംഭിച്ചത്. ഈ പരിശോധനയിലാണ് ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട തുണിക്കടയായ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്നും പണം പിടികൂടിയത്. എമ്പുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിൽ നിന്നും ചില ഭാഗങ്ങൾ നീക്കം ചെയ്യുവാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാറിന് തീപിടിച്ചു. മോസ്കോയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ FSB ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമാണ് സംഭവം. പുടിന്റെ ലിമോസിൻ കാറിനാണ് തീപിടിച്ചത്. വധശ്രമമാണോ എന്നും സംശയമുണ്ട്. കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. പുടിൻ ഉടൻ മരിക്കുമെന്നും അതോടെ യുദ്ധം അവസാനിക്കും എന്നുമുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് സംഭവം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി അച്ഛൻ മധുസൂദനൻ. പ്രതിയെന്ന് സംശയിക്കുന്ന സുഗാന്തിനെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. സുഗാന്തും കുടുംബവും വീട് പൂട്ടി മുങ്ങി എന്നാണ് അറിവ്. മകൾക്ക് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും മധുസൂദനൻ വ്യക്തമാക്കി. ട്രെയിനിടിച്ചു മരിച്ചയാളുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ച സംഭവത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI സലീമിനെയാണ് റൂറൽ SP സസ്പെൻഡ് ചെയ്തത്. ട്രെയിൻ ഇടിച്ചു മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിലുണ്ടായിരുന്ന 8,000 രൂപയിൽ നിന്നും 1,000 രൂപയാണ് SI എടുത്തത്. മോഷണം CCTVയിൽ വ്യക്തമായിരുന്നു. തുടർന്നാണ് SIയെ സസ്പെൻഡ് ചെയ്തത്. എറണാകുളം നോർത്ത് പറവൂർ പെരുവാരത്ത് 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കുട്ടിയുടെ അച്ഛനെതിരെ അമ്മയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ശനിയാഴ്ച രാവിലെയോടെ ഒരു സംഘം ആളുകൾ പെരുവാരത്തെ വീട്ടിലെത്തി കുട്ടിയുടെ മുത്തശ്ശിയെ മർദ്ദിച്ച ശേഷം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് നോർത്ത് പറവൂർ പോലീസിന് പരാതി ലഭിച്ചിരിക്കുന്നത്. കുടുംബ പ്രശ്നമാണ് തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു കുട്ടിയുടെ അച്ഛനും അമ്മയും. അമ്മ ഇപ്പോൾ വിദേശത്താണുള്ളത്. മുത്തശ്ശിയുടെ സംരക്ഷണത്തിലാണ് കുട്ടി താമസിച്ചിരുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവർ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടിയെ കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ആരാധനാലയങ്ങളുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള മാംസ വിൽപ്പന UP സർക്കാർ നിരോധിച്ചു. അനധികൃത അറവുശാലകൾ പൂട്ടുവാനും സർക്കാർ ഉത്തരവിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമം കർശനമായി നടപ്പിലാക്കുവാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും പോലീസ് കമ്മീഷണർമാർക്കും മുനിസിപ്പൽ കമ്മീഷണർമാർക്കും സർക്കാർ നിർദ്ദേശം നൽകി. ഏപ്രിൽ 6-ന് രാമനവമി ദിവസത്തിൽ സംസ്ഥാനത്താകെ മത്സ്യമാംസ വിൽപ്പനയ്ക്ക് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഭൂചലനത്തിൽ വിറങ്ങലിച്ച മ്യാൻമറിന് വീണ്ടും സഹായഹസ്തവുമായി ഇന്ത്യ. അവശ്യ വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്നും 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. 60 ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി C-17 എന്ന വിമാനമാണ് മ്യാൻമറിലേക്ക് പോയത്. 118 അംഗ മെഡിക്കൽ സംഘവും ദുരന്ത മേഖലയിലെത്തി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. തകർന്നടിഞ്ഞ പല സ്ഥലത്തേക്കും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെയും എത്തിച്ചേരാനായിട്ടില്ല. മരണസംഖ്യ ഉയർന്നേക്കും എന്നാണ് റിപ്പോർട്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.